മാറ്, ഞാൻ ഇവന്റെ മുകളിൽ കൂടി കയറി പൊക്കോളാം. എന്താ ഇത്? നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ജോലി പോലും നിങ്ങൾക്ക് നേരാവണ്ണം ചെയ്യാൻ പറ്റുന്നില്ല. മാഡം, ഞങ്ങളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. ഉടൻ തന്നെ നന്നായിട്ട് വൃത്തിയാക്കിയേക്കാം. ഞാൻ നിന്നോടല്ല പറഞ്ഞത്, നീ പോയി ഗാർഡൻ വൃത്തിയാക്കാൻ നോക്ക്. അയ്യോ, പക്ഷെ മാഡം ഈ ഓഫീസിൽ എവിടെയാ ഗാർഡൻ ഇരിക്കുന്നേ? ആ, അതിന് തന്നോട് ആരാ പറഞ്ഞത് ഗാർഡൻ വൃത്തിയാക്കാൻ? തന്നോട് ഞാൻ ഫയൽ റെഡിയാക്കാനല്ലേ പറഞ്ഞത്? അതിന് മേഡം എപ്പോഴും അടുത്ത് ഫയലിന്റെ കാര്യം പറഞ്ഞേ. നീ മിണ്ടാതെ പോയി വെള്ളം ഒഴിക്കാൻ നോക്ക്. വെള്ളം ഒഴിച്ചു, പക്ഷേ മാഡം എന്നെ ഏൽപ്പിച്ച ഫയൽ നനഞ്ഞു പോയി. മാഡം എന്റെയും കഴുത. യെസ് മേഡം. തന്നോട് ആരാടോ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്? അതിപ്പോ മേഡം തന്നെയല്ലേ പറഞ്ഞത്. ഓ, തൽക്കാലം ഒരു 2 മിനിറ്റത്തേക്ക് നീ ഒന്ന് മിണ്ടാതിരിക്ക. കുഴപ്പമില്ല മാഡം, ഞാൻ കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരുന്നോളാം. എടോ, തനിക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടിട്ടാണോ ശമ്പളം തരുന്നത്, അതോ ജോലി ചെയ്യാൻ വേണ്ടിട്ടാണോ? രണ്ടിനും വേണ്ടിയല്ല കിട്ടുന്നത്. സംശയമുണ്ടോ? പോപ്പട്ടെ, ഒന്നും മിണ്ടാതിരിക്കെ. മാഡം നമ്മളോടല്ല, ഫോണിൽ ആരോട് സംസാരിക്കുകയാണ്. മാഡം ഇത്ര ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ? ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ഓഫീസിലെത്തും. പറഞ്ഞ ജോലി ചെയ്തു തീർത്തില്ലെങ്കിൽ തന്നെ ഞാൻ ജോലിയിൽ നിന്നും പറഞ്ഞുവിടും. നമ്മുടെ പണി തീർന്നു. അത് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മേഡം വേറെ ആരെയോ ജോലി എന്ന് പറഞ്ഞു വിടുന്ന കാര്യമാണാ പറഞ്ഞത്. അയാള് പണി ചെയ്യാത്തതുകൊണ്ട് അയാൾ ഓഫീസിൽ നിന്ന് പുറത്താക്കി. അതുപോലെ നമ്മൾ ശരിക്കും പണി ചെയ്തില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നും പുറത്താക്കും. 1 മണിക്കൂറിനുള്ളിൽ മാഡം ഓഫീസിലേക്ക് പോകും. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഗാർഡൻ ഒക്കെ വൃത്തിയാക്കി പണി മുഴുവൻ തീർത്തിരിക്കും, ഉറപ്പാ. എടാ കഴുതേ, ഈ ജോലിയല്ല, മാഡത്തിന്റെ വണ്ടിയുടെ സൈലൻസർ പോയിരിക്കുകയാണ്. അത് ഉടൻ തന്നെ ശരിയാക്കണം. നിങ്ങളെന്താ മറന്നു പോയായിരുന്നോ? അതായത് മേഡം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പോവാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ? സംശയമുണ്ടോ? അങ്ങനൊന്നും സംഭവിക്കില്ല. നമുക്കിനി 1 മണിക്കൂറുണ്ട്. സൈലൻസർ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്നാ വാ. ഈ എൻട്രി അടഞ്ഞിരിക്കുകയാണ്. എന്നാ പിന്നെ ഞാൻ വാതിലിൽ മുട്ടേ. വേണ്ട, മേഡത്തിന് വീണ്ടും ദേഷ്യം കൂടും. നമുക്ക് ജനൽ വഴി അകത്ത് കിടക്കാം. ഈ ജനലും അടച്ചിരിക്കുക. മേഡം ജനലും കൂടെ ചേർത്ത് അടച്ചിരിക്കുന്നത്. സംശയമുണ്ടോ? അത് മേഡമല്ല അടച്ചത്, ഈ ഞാൻ അടച്ചത്. അതെന്തിനാ? അതിലൂടെ പൊടിയെങ്ങാൻ വന്നു കഴിഞ്ഞാലേ പിന്നെ സോർദാർ നമ്മളെ കൊണ്ടാ വൃത്തിയാക്കിക്ക. എന്നാ വാ, നമുക്ക് അടുക്കള ഭാഗത്തുള്ള ജനൽ വഴി കയറാം. ഞാനൊരു കഴുതയാന്ന് വിചാരിച്ചോ നിങ്ങള്? പൊടി കയറാതിരിക്കാൻ വേണ്ടിട്ട് ആ ജനലും കൂടി ചേർത്താ ഞാൻ അടച്ചു പൂട്ടിയത്. ഈ പോലെ ഇന്ന് ഞാൻ നിന്റെ ഈ ബുദ്ധി പ്രയോഗിക്കാൻ നിനക്ക് ഈ ദിവസം മാത്രം കിട്ടിയുള്ളൂ. പോപ്പാട്ട്, നീ ടെറസിലുള്ള വഴിയിലൂടെ പോയിട്ട് ആ ചാവി എടുത്തോണ്ട് വാ. വേഗാവട്ടെ. ഹലോ, എനിക്ക് ഈ ബോഡി ഷേമിംഗ് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. സംശയമുണ്ടോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്നെ കൊണ്ട് വലിയ വാതിലുകളൊന്നും തുറന്ന് അകത്ത് കയറാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും അതേ പണി തന്നെ കൃത്യമായിട്ട് തരുന്നത് എന്തിനാ? ഓക്കെ, നമുക്ക് മരത്തിലൂടെ കേറിയിട്ട് ടെറസിലുള്ള വാതിൽ വഴി അകത്തേക്ക് പോകാൻ പറ്റും. അതിന് നീ എങ്ങനെയാ മരത്തിന്റെ മുകളിലോട്ട് കയറുക? എല്ലാവരും കൂടി അതിന്റെ മുകളിലോട്ട് വലിഞ്ഞു കയറണമെന്നില്ല. അതെ, ഞാൻ പോപ്പട്ടിന്റെ കൂടെ പോയി അവനെ സഹായിക്കാം. എന്നിട്ട് കീ എടുത്തിട്ട് വരാം. പക്ഷേ മരവും വീടും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. അതിനൊക്കെയുള്ള ഐഡിയ എന്റെ കയ്യിലുണ്ട്. വലിയ നീ എന്റെ കൂടെ വാ. വലിയ ഞാൻ ദാ ഈ കൊമ്പിൽ പിടിക്കാൻ പോവാ. വലിയളിയും കൊമ്പിൽ പിടിച്ചിട്ട് വിടണം. ഞാൻ പറന്ന് നേരെ ടെറസിലേക്ക് പൊക്കോളാം. ഓക്കെ, അതെന്തായാലും ഒരു നല്ല ഐഡിയ കൊച്ചലിയാ. പോപ്പട്ടെ, എന്നാ പണി തുടങ്ങാം. ആ ഇത്രയും ഓവറായിട്ട് വലിക്കാൻ നിന്നോട് ആരടാ പറഞ്ഞത്? ഐ എം വെരി സോറി കൊച്ചലിയ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനൊരാവശ്യമില്ല. കന്നാസാറിന്റെ വീട്ടിൽ പോയി കോണി എടുത്തോണ്ടെന്ന് അതിൽ കൂടെ കേറാം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാരണല്ലേ മുറിവുണ്ടായത്. അതുകൊണ്ട് ഈ ഞാൻ തന്നെ കോണി എടുത്തോണ്ട് വരാം. വീടിന്റെ മുകളിലുള്ള ഓടിലുള്ള ഒരു ചരിവ്. നീ നടക്കുന്നതിനേക്കാൾ കൂടുതൽ വീടുന്നാണല്ലോ പതിവ്. അടികൈ. അത് കുഴപ്പമൊന്നുമില്ല ഖന്ന സാറേ. ഇനിയിപ്പോ എന്തായാലും ഞാൻ പിന്നെ കൈയടിച്ചോളാം. എനിക്കിപ്പോ അർജന്റ് ആയിട്ട് ദാ ഈ കോണി ഒന്ന് വേണം. മലയാള സിനിമയുടെ പെരുന്തച്ഛൻ പറയൂ. നിനക്കെന്താ കണ്ടുകൂടെ ഞാനിവിടെ ബൾബ് മാറ്റുന്നത്? ഓക്കെ, ഖന്ന സാർ ബൾബ് ഫിറ്റ് ചെയ്തോ. ഈ കോണി ഞാൻ എടുത്തിട്ട് വെക്കോളാം. അയ്യോ വേണ്ട വേണ്ട, അയ്യോ വേണ്ട. ചൈനയിലുള്ള എന്റെ ഒരു പഴയ ഫ്രണ്ടാണ് ചോയ് സോയി. ഹണി, നീ ചെയ്തത് വല്ലാത്തൊരു ചെയ്തായി പോയി. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? ഒന്ന് വേഗമാവട്ടെ, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ 15 മിനിറ്റ് വൈകിയിരിക്കുകയാണ്. ഒന്ന് മാറാ. എനിക്ക് മാറാൻ പറ്റുന്നില്ല. ദാ ഈ കോണി എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. അതൊരു പുതിയ അറിവാണല്ലോ. എടാ, ഈ കോണി നിന്നെ അല്ല, ഈ കോണിയെ നീയാ പിടിച്ചു വെച്ചിരിക്കുന്നത്. എടാ, ഇവന്റെ കൈ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മാറ്, ഞാൻ ഇവന്റെ മുകളിൽ കൂടി കയറി പൊക്കോളാം. ഒന്ന് നിക്ക് ഹണി. ബഡി, നിന്റെ അളിയൻ സൈലൻസർ ശരിയാക്കുന്നതിന് പകരം നമ്മുടെ എല്ലാം തടി കേടാക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. വേഗമാട്ടെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഇപ്പൊ തന്നെ ഒരുപാട് സമയം വൈകി. എന്തു പറ്റി? നോ എൻട്രി. ടെറസിലെ വാതിലും അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഈ വീടിന്റെ വാതിലുകളൊന്നും തൽക്കാലത്തേക്ക് നമ്മുടെ മുമ്പിൽ തുറക്കില്ല എന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? ബാത്റൂം വിൻഡോയുടെ ചില്ല് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി അകത്ത് കയറാൻ പറ്റും. എന്നാ വേഗം വാ. ഒരാളുടെ മുകളിൽ ഒരാളായിട്ട് കേറ്. സർക്കസ് കാണില്ലേ അതുപോലെ. എടാ, എന്റെ മുകളിലോട്ട് നിങ്ങൾ 3 പേരും കൂടെ കേറാൻ പോവാണോടാ കഴുതേ. നീ താഴെ നിന്നാ മതി. ഏറ്റവും മുകളില് ഞാൻ കേറിക്കോളാം. സംശയമുണ്ടോ? ജോർദാറെ, ഇന്നലെ നിനക്ക് ബോൾ കിട്ടിയില്ലല്ലോ അല്ലേ? ഇല്ല, അത് കിട്ടിയില്ല. മാഡത്തിനോട് പറഞ്ഞ് ഒരു പുതിയ ബോൾ വാങ്ങിപ്പിക്കണം. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മുടെ ബോൾ ഇതാ ഇവിടെ കിടപ്പുണ്ട്. എടാ കഴുതേ, ആ ബോൾ പിന്നെ എടുത്താ മതി. ഇപ്പൊ അനങ്ങാതെ അവിടെ നിക്ക്. സോറി, വെയിറ്റ് അല്പം കൂടുതലായിരുന്നു. സംശയമുണ്ടോ? എന്റെ കൂട്ടുകാരെ, നിങ്ങൾ 1 മണിക്കൂർ ഇവിടെ തന്നെ തീർക്കുമെന്നാ തോന്നുന്നേ. എടാ പോപ്പട്ടെ, നീ വേഗം അകത്തേക്ക് പോ. ഇതിലൂടെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ബാത്റൂമിന്റെ വാതിലും അവിടുന്ന് പൂട്ടിയിരിക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ പ്രോബ്ലം ആണ്. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെങ്കിൽ അത് പ്രോബ്ലം, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെങ്കിലോ അതും പ്രോബ്ലം. ഹണി, ബണി, പോപ്പറ്റ്, സർദാർ, നിങ്ങൾ എവിടെയാണ്?
എന്ത് പറ്റി മേഡം? ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. മേഡം നമുക്ക് ഓഫീസിലേക്ക് പോകണ്ട മേഡം, നമുക്ക് ലുഡോ കളിക്കാം. ലുഡോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ ബോസ് എന്നെ പിക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരി, ബോസിന്റെ കാറിലാന്ന് മേഡം പോകുന്നേ. അപ്പൊ പിന്നെ പോകേണ്ടി വരും. ബോസിനോട് നോ പറയാൻ പറ്റില്ലല്ലോ. കഥ എന്തായാലും തുറന്നു കിട്ടി. വീട്ടിലേക്ക് കയറാൻ വളരെ പാടുപെട്ടു. ചെല്ല്, പോയി താക്കോൽ എടുത്തിട്ട് വാ. സൈലൻസർ ശരിയാക്കിയിട്ട് തിരിച്ചു വരാം. അതെ, ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്യണം. അത് നാളത്തേക്ക് മാറ്റി വെക്കരുത്. ആ ഇന്നെങ്ങാനും ഈ വാതിൽ തുറക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ മുന്നിൽ ഈ വീടിന്റെ വാതിൽ എന്നേക്കുമായി കൊട്ടി അടച്ചേനെ. സംശയമുണ്ടോ?